യുദ്ധക്കൊതി തീരുന്നില്ല നെതന്യാഹുവിന്. ഇറാനെ വീണ്ടും ആക്രമിക്കാനുള്ള പദ്ധതിയുമായി ട്രംപിനരികിൽ എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അതിവേഗം വികസിപ്പിക്കുന്നു എന്നാണ് ഇത്തവണ പറയുന്ന ന്യായം. ഇസ്രായേലിന്റെ സൈനിക ആക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളുടെ പകുതിയിലധികം തകർത്തതായി നെതന്യാഹു മുൻപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ കേടുപാടുകൾ വിലയിരുത്തി പുനർനിർമ്മാണം നടക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ ആരോപണം. ഇതിന്റെ പേരിൽ അമേരിക്കയെ കൂട്ടുപിടിച്ച് വീണ്ടും ഇറാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമുകൾ പുനർനിർമ്മിക്കാൻ തുടങ്ങിയതായാണ് ഇസ്രായേൽ നിലവിൽ ആരോപിക്കുന്നത്. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടും ഇറാൻ മിസൈൽ സൗകര്യങ്ങൾ വീണ്ടെടുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നത് ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക് ആശങ്കയായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സൈനിക നടപടി എടുക്കേണ്ടതിന്റെ ആവശ്യകത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ധരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് NBC ന്യൂസ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കേടുപാടുകൾ വിലയിരുത്തി ഇറാനിൽ പുനർനിർമ്മാണം നടക്കുന്നതിന്റെ സൂചന സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെയാണ് പുറത്തുവന്നതെന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെ സൈനിക ആക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളുടെ പകുതിയിലധികം തകർത്തതായി നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു. എന്നാൽ മിസൈൽ സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും കേടുപാടുകൾ സംഭവിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നന്നാക്കാനുമുള്ള ശ്രമങ്ങൾ ഇറാനിൽ പുരോഗമിക്കുകയാണ്. US ബോംബിട്ട് തകർത്ത ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ വീണ്ടെടുക്കുന്നതിനേക്കാൾ അടിയന്തര ഭീഷണിയാണ് ഇതെന്ന ആശങ്കയാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക്. ഒരു വർഷത്തിൽ 3000 മിസൈലുകൾ വരെ ഇറാൻ പുനർനിർമ്മിക്കാൻ സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട്.